നോക്കാം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ച സാംസ്കാരിക നായകൻ. ചരിത്ര വിജയം നേടിയതിന് നേതൃത്വം നൽകിയത് വി ഡി സതീശനാണ്. സതീശന്റെ പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് UDF വിജയം. എംപിമാരെ മത്സരിപ്പിക്കേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തത്വത്തിൽ വെള്ളം ചേർക്കുകയാണോ എന്നും സാംസ്കാരിക നായകൻ ചോദിക്കുന്നു. പ്രൊഫസർ KG ശങ്കരപ്പിള്ള, MN കാരശ്ശേരി, കൽപ്പറ്റ നാരായണൻ, MP മത്തായി തുടങ്ങി 32 പേരാണ് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഈ കത്ത് രാഹുൽ ഗാന്ധി വായിക്കുന്നതിന് മുൻപ് ഇന്നിവിടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ കത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഒരു ചരിത്ര ഭരണം കിട്ടിയതിന് പിന്നിൽ വി ഡി സതീശന്റെ അധ്വാനത്തിന്റെ പങ്ക് കാണാതെ പോകരുത്. അത് വി ഡി സതീശന് കൂടെ കിട്ടിയ ജനാംഗീകാരമാണ് ഈ UDFന്റെ വലിയ വിജയം എന്നുള്ളതാണ്. അതിൽ അദ്ദേഹത്തിനുള്ള അംഗീകാരം നൽകണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. പാർട്ടി ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ അത് മറക്കരുത് എന്നും ഈ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് MPമാരെ മത്സരിപ്പിക്കണമെന്ന ധീരമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അതിൽ വെള്ളം ചേർക്കുന്ന സമീപനമാണോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ചോദിക്കുന്നത് പ്രമുഖ ഗാന്ധിയനായ MP മത്തായി അടക്കമുള്ള ആളുകളാണ്. KG ശങ്കരപിള്ള സാറൊക്കെ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഏതായാലും 32 സാംസ്കാരിക നായകരാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം, അത് കേരളത്തിന് പുറത്തുമുള്ള ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവർക്കുള്ള അംഗീകാരം കൂടിയാണ്, സാധാരണക്കാർ അത് ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിരിക്കുന്നത്.